സുഹൃത്തുക്കളെ, JD വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സംഭവം എന്താന്ന് വെച്ചാൽ, എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ ഇങ്ങനെ ഡ്രൈവിംഗ് ടെസ്റ്റിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് പെട്ടെന്ന് നിർത്തി വെക്കുകയുണ്ടായി. മന്ത്രിൻ്റെ ഓർഡർ ആയിരുന്നു, പെട്ടെന്ന് ഇത്ര ഒരു ദിവസം 50 പേർക്ക് മാത്രമേ നടത്താവൂ എന്നുള്ള ആ ഒരു സംഭവം പെട്ടെന്ന് നിർത്തിയത് കൊണ്ട് തന്നെ രാവിലെ തൊട്ടിട്ട് ഒരുപാട് ആൾക്കാർ പിന്നെ ഇവിടെ ഇത്രയും ആൾക്കാർ ഇവിടുന്ന് കഷ്ടപ്പെട്ട് ഇത്രയും നേരം നിൽക്കുന്നുണ്ട്. ഇവർക്കൊക്കെ ഇനി ഒരു ടെസ്റ്റ് ഇതിന് പെട്ടെന്ന് ഇന്ന് തന്നെ വേണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. പല സാഹചര്യങ്ങളിൽ നിന്നും വരുന്നവരാണ്. അപ്പോൾ എന്തായാലും ഇപ്പം നമ്മളുള്ളത് ഗ്രൗണ്ടിലാണ്. ഇപ്പോൾ നമ്മളുള്ളത്. ഇനിയിപ്പോൾ നേരെ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും, ഇത്രയും പേര് ഈ ഒരു തീരുമാനത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇനി മന്ത്രി വന്ന് തീരുമാനം പറഞ്ഞാൽ മാത്രമേ ഇവിടെ ടെസ്റ്റ് നടക്കുകയുള്ളൂ. ഇനിയിപ്പം മന്ത്രി ഇപ്പോൾ പറയുന്നത് പെട്ടെന്ന് ആ ഒരു സർക്കുലർ പെട്ടെന്ന് ചെയ്യാനല്ലായിരുന്നു പറഞ്ഞതെന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ ജോയിൻ്റ് RTOയിൽ നിന്നിട്ട് ഒരു തീരുമാനം വരാനുണ്ട്. അനുകൂലമായിട്ടുള്ള തീരുമാനം വരട്ടെ എന്ന് ആശംസിക്കുക. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് പേര് ഇതിനെക്കുറിച്ച് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ അഭിപ്രായങ്ങളും എന്താണെന്നുള്ളത് ഒന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. ഉടമസ്ഥനാണ്. ഏകദേശം ഇന്ന് 1,70,000 രൂപ ഗവൺമെന്റിലേക്ക് ഫീസ് അടച്ചിട്ട് കാത്തു നിൽക്കുന്ന കുട്ടികളാണ് എന്റെ പുറകിൽ നിൽക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ രാത്രി ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അദ്ദേഹം പറയാണ് ഇതിന്റെ 50 ടെസ്റ്റേ നടത്താൻ പറ്റുന്നുള്ളത്. അത് ഏറ്റവും വലിയൊരു ദൗർഭാഗ്യമായ കാര്യമാണ്. ഇന്നല്ല ഒരു ടെസ്റ്റ് വരുന്ന 1 മാസോ 2 മാസോ കഴിഞ്ഞിട്ട് 50 നടത്തിക്കോട്ടെ, പ്രശ്നമില്ല. ഈ ഡേറ്റ് എടുത്ത കുട്ടികൾ 2-3 മാസം മുന്നേ കാത്തു നിന്നിട്ട് ഇന്നിട്ട് ലൈസൻസ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നടത്തിയ എല്ലാ കുട്ടികൾക്കും ടെസ്റ്റ് നടത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എല്ലാ 120 കുട്ടികൾക്കും ഇന്ന് ടെസ്റ്റ് നടത്തണം. അത് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അദ്ദേഹത്തിന്റെ എത്തിക്കണം എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. മിനിസ്റ്ററോട് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ എത്തിക്കണം. ഇതൊക്കെ മീഡിയ വഴി എത്തുകയാണല്ലോ. ഇതൊക്കെ ഫോൺ വഴിയാണ് ഇതൊക്കെ നിർദ്ദേശങ്ങൾ വന്നത്. ഗണേഷ് കുമാറിന്റെ നിർദ്ദേശങ്ങൾ ഫോൺ വഴിയാണ് വന്നത്. അത് ഫോൺ വഴി തന്നെ മാറണം. ഫോൺ വഴിയിലൂടെ അല്ലാതെ യാതൊരു രേഖയോ റിപ്പോർട്ടോ ഇല്ല. മാസക്കണക്കിന് മുന്നേ കുട്ടികളെ സ്ലോട്ട് ബുക്ക് ചെയ്ത് ഡേറ്റ് എടുത്തതാണ്. അതിന് രേഖ ഉണ്ട്. ഈ രേഖ ഇല്ലാത്ത ഫോൺ കോൾ വഴി വന്നേ ആരാണ് ഇപ്പൊ ഇതിന് എന്താണ് പറയുന്നത്, ഇതിനൊരു ഉത്ഭവമല്ല, തന്തയില്ല എന്ന് തന്നെ പറയാം. തന്തയില്ലാത്ത ഈ മെസ്സേജിന് വന്നത് എവിടുന്നാണെന്ന് അറിയില്ല. ഇപ്പൊ അതിന് എന്താണ് കേരളത്തിൽ ഒന്നാകെ അലയോടി ആയതിനെ കൊണ്ട് ടെസ്റ്റ് നടത്താമെന്നുള്ള ഒരു നിർദ്ദേശം വരുമെന്ന പ്രതീക്ഷയിൽ കുട്ടികൾ ഇവിടെ നിൽക്കുകയാണ്. 120ഓളം കുട്ടികളും കുടുംബങ്ങളും അതിന്റെ രക്ഷിതാക്കളും ഇൻസ്ട്രക്ടർമാരും എല്ലാവരും തന്നെ ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട് ഇത്രയും നേരം വെള്ളം കുടിക്കാതെ 5:30 മണി മുതൽ നിൽക്കുകയാണ്. ഇവർക്ക് ആരൊക്കെ തളർന്നു പോകും, അറ്റാക്കാവും, എന്തൊക്കെ സംഭവിക്കും, അല്ലേ തന്നെ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതാണ് ഓൾറെഡി. അതിനിടയിലാണ് ഈ വെയിലത്തും ഈ ടെസ്റ്റ് ഗ്രൗണ്ടിന്റെ വെയിലും ഡിഗ്രിയും 50 ഡിഗ്രിയോളം അടുത്ത് നിൽക്കുന്ന ചൂടിലാണ് ഈ കുട്ടികളൊക്കെ ഇവിടെ നിൽക്കുന്നത്. ഇത്രയും പ്രതിസന്ധി ഉണ്ടാക്കിയ മന്ത്രിതലത്തിന് ഇനിയൊരു ഇതുപോലുള്ള ഒരു ഉത്തരവ്, വാക്കാലുള്ള ഉത്തരവുകളോ ഇറക്കാനുള്ള ഒരാൾക്കും ഇതിന് അങ്ങനെയുള്ള ഒരു സാധ്യത വരാതിരിക്കാനും ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ് എന്ന് മനസ്സിലാക്കാനും ഈ ഒരു കൂട്ടമായ പ്രതിഷേധം ഇതിനുണ്ടാക്കി തീർത്തത്, എല്ലാ സ്ഥലത്തും ഇന്ന് ടെസ്റ്റ് നടത്താം എന്നുള്ളൊരു സംവിധാനം വരുന്നത് ഈ പ്രതിഷേധം കൊണ്ടാണ്. അതുപോലെ നമ്മൾക്കെതിരെ രാജഭരണം പോലെ ഇനിയൊരു പ്രതിഷേധം ഇതുപോലെ വരാതിരിക്കാനും ഇനി വന്നാൽ ഇതുപോലെ ചെറുത്തു നിൽക്കാനും കേരളത്തിലെ ജനങ്ങൾ സജ്ജരാണ് എന്നുള്ളത് ഈ സമര പ്രഖ്യാപനത്തിലൂടെ എല്ലാം മനസ്സിലാകും എന്നാണ്. കുറഞ്ഞ നിമിഷം കൊണ്ട് തന്നെ നമ്മൾ ടെസ്റ്റുകൾ നടക്കുന്നതാണ് എന്നുള്ള റിപ്പോർട്ടാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളോട് സഹകരിച്ച എല്ലാ കുട്ടികളെയും നമ്മളെ സ്വാഗതം ചെയ്തുകൊണ്ട് അവർക്ക് എല്ലാവിധ പിന്തുണയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ജയ് CITU. കേരളത്തിലെ റവന്യൂ ഇൻകത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ ലേണേഴ്സ് ലൈസൻസ് എടുക്കുന്നതോടൊപ്പം 1450 രൂപ സർക്കാരിലേക്ക് അടിക്കുന്നത്. അപ്പോൾ റവന്യൂ ഇൻകത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ മോട്ടോർ ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ അതിനെ നോക്കാതെയാണ് മന്ത്രിയുടെ സ്വന്തം താല്പര്യപ്രകാരം ഈ ഒരു സംവിധാനങ്ങളും ഒരു നിയമങ്ങളും ഇറക്കുന്നത്. കേരളത്തിന് പുറത്തുള്ള അയൽ സംസ്ഥാനങ്ങളിൽ കർണാടക, തമിഴ്നാട്, പോണ്ടിച്ചേരി എന്നിവിടങ്ങളിൽ ഇതുപോലത്തെ ഒരു വിഷയങ്ങളോ സ്ലോട്ടിന് എണ്ണം കുറയുകയോ അതല്ലെങ്കിൽ അവിടെ ഇതുപോലത്തെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സംവിധാനങ്ങൾ വരെയില്ല. എന്നിട്ട് പോലും അവിടെ തോന്നിയ മാതിരി ടെസ്റ്റ് കൊടുക്കുന്ന സമയത്ത് കേരളത്തിൽ മാത്രം ഇങ്ങനെ ചെയ്യുമ്പോൾ കേരളത്തിന് റവന്യൂ ഇൻകം ബാധിക്കും. മാത്രമല്ല നമ്മൾ വരുന്ന ഇലക്ഷനിൽ ഇത് വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്കാണ് നേരിടേണ്ടി വരിക. അപ്പോൾ ഈ ഒരു മന്ത്രിയുടെ കാരണത്താൽ എല്ലാ ഭരണകൂടത്തിൽ തന്നെ അട്ടിമറിക്കേണ്ട ഒരു സംവിധാനത്തിലേക്കാണ് വരുന്നത്. അയാൾ ഒരു സ്ഥാപനം നടത്തുമ്പോൾ സ്ഥാപന മേധാവി എന്ന് പറയുന്നു, അതുപോലെയാണ് കേരള ജനതയോട് മൊത്തം കാണിക്കുന്നത് എന്നാണ് പറയാനുള്ളത്. നിങ്ങളൊക്കെ രാവിലെ എത്ര മണിക്ക് വന്നവരാ?
5:30 ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത്രയും നേരമായിട്ട് ഒന്നും തീരുമാനമായിട്ടില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ രാവിലെ 5 മണിക്ക് വന്നിട്ടുണ്ട്. ഹെൽത്ത് സെന്ററിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ഡ്രൈവിംഗ് പഠിക്കാൻ കാരണം നമുക്ക് പണി മുന്നോട്ട് പോകണമെങ്കിൽ ഡ്രൈവിംഗ് അറിഞ്ഞിരിക്കണം. ഡോക്ടേഴ്സ് ഒക്കെ കൊണ്ടുവരുന്ന കാറ് ഒന്ന് എടുത്ത് പുറകിലേക്ക് വെക്കാൻ പഠിച്ചിരിക്കണം. ഇല്ലെങ്കിൽ ജോലി തന്നെ പോയി പോകും. ഹെൽത്ത് സെന്ററിൽ വർക്ക് ചെയ്യാണ് ചേച്ചി? വർക്ക് ചെയ്യുന്നതാണ്. പാവപ്പെട്ട വീട്ടിലുള്ളതാണ്. ഹസ്ബൻഡിനെ പണിക്കൊന്നും പോകാണ്ട് വീട്ടില് നിത്യരോഗിയാണ്, കിടപ്പിലാണ്. അപ്പൊ ഞാൻ പോയിട്ട് വേണം, തുച്ഛമായ ശമ്പളമേ ഉള്ളൂ, ഞാൻ പോയിട്ട് വേണം വീട് പുലരാൻ. പിന്നെ ഒരു മോളാണുള്ളത്. അപ്പൊ അതിനുവേണ്ടി ഇപ്പൊ രാവിലെ വന്നിട്ട് വെയിറ്റ് ചെയ്യാം. 5 മണിക്ക് നൈറ്റ് കഴിഞ്ഞിട്ട് വീട്ടിൽ പോലും പോവാണ്ട് ഇവിടേക്ക് എത്തുകയാണ് ചെയ്തത്. ഇതിനായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഇതുവരെ ഇതിനൊരു തീരുമാനമായില്ല. തീരുമാനമാകുന്നു പ്രതീക്ഷിക്കുന്നു. എന്തായാലും മന്ത്രി നേർവഴിക്ക് നയിക്കണം എന്നുള്ളതാണ് പറയുന്നത്. പൊതുജനത്തിനെ ഒരു കാരണവശാലും ബുദ്ധിമുട്ടിക്കരുത്. എത്ര ദിവസമായി നിങ്ങളിപ്പോ ഏകദേശം ഈ ഒരു ടെസ്റ്റിന് വേണ്ടി കൊടുത്തിട്ട്? ഒരു 3 മാസത്തോളായി. നമ്മൾ 3 മാസം മുന്നേ ഗവൺമെന്റിലേക്ക് 1500 റുപ്യന്റെ അടുത്ത് അടച്ചു കഴിഞ്ഞു. ഗവൺമെന്റ് ഓൾറെഡി നമ്മൾ അടച്ചു കഴിഞ്ഞതാണ്. 3 മാസം നമ്മൾ സ്കൂളിൽ പോയിട്ട് പഠിച്ചതാണ്. പഠിച്ചിട്ട് ഇന്നലെ ഇവിടെ ട്രയലിന് വന്ന്, ഞാനൊക്കെ ഒളവണ്ണെന്നാ വരുന്നത്. ഇന്നലെ പൊലച്ച ഇവിടെ വന്ന് ട്രയലൊക്കെ എടുത്ത് ഇന്നിപ്പോ ടെസ്റ്റിൽ നമ്മൾ അറിഞ്ഞിട്ടില്ല, മാറ്റി വെച്ചതൊന്നും അറിഞ്ഞില്ല. ഇന്നിപ്പോ ടെസ്റ്റിന് വന്നപ്പോഴാണ് ഇങ്ങനെ അറിഞ്ഞത്. അതപ്പോ മന്ത്രിന്റെ ഓർഡർ എന്ത് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. അന്നപ്പോ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണ ഈ ഉദ്യോഗാർത്ഥികളെ എങ്ങനെ ബുദ്ധിമുട്ടിക്കണേ ഒന്നും വന്നിട്ടില്ലല്ലോ. വന്നിട്ടുണ്ടെങ്കിൽ നമ്മളോട് സ്കൂളുകാർ പറയില്ലേ ഇന്ന് പരിപാടി ഇന്ന് ഇതില്ല, ഞങ്ങൾ എന്താ ജോലിക്ക് ഞങ്ങൾക്ക് ജോലിക്ക് ഞങ്ങൾക്കും കിട്ടിയില്ല. എന്നാ ഒരു പറഞ്ഞ ഞങ്ങൾക്ക് ഞാനൊക്കെ പണി ലീവാക്കിയിട്ടാ വന്നത്. എന്നാ നമുക്ക് നമ്മളെ ജോലിക്ക് പോയിക്കൂടെ? ഇതെന്ത് ഓർഡറാണിത്? ഇപ്പൊ മന്ത്രിയുടെ വാർത്തയെ പറഞ്ഞു കണ്ണ് മന്ത്രി ഇടപെട്ടില്ല, മന്ത്രി ഒന്നും അറിയില്ല. പിന്നെ ഇത് ആരാത് തീരുമാനിക്കാൻ? ഇത് ആരാണ്? മന്ത്രി അല്ലാതെ ഗവൺമെന്റ് അറിയണില്ല. ആരാത് തീരുമാനിക്കുന്നത് ഇന്നത്തെ കാര്യങ്ങള്? ഇങ്ങനെ ഇത്രയും കേരളത്തിലൊട്ടാകെ ഇങ്ങനെ ഇത്രയും ജനങ്ങളെ കഷ്ടപ്പെടുത്തിയത് ആരാ കാരണ? ആരാണ് ഈ ഉത്തരവാദി? ഇവർക്ക് ആർക്കും അറിയില്ലാൻ പോലോ. ഇതിന് തീരുമാനം എടുക്കേണ്ടവരാണ് പറയുന്നത്. ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഇതിന്റെ മുമ്പ് ഞാൻ പറഞ്ഞത്, ഇതിന്റെ മുമ്പ് 2.5 കൊല്ലത്തോളം മുമ്പ് ഒരു മന്ത്രി, ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി മരിച്ചു. അന്ന് ആ മന്ത്രിക്ക് എടുക്കാത്ത തീരുമാനം ആ മന്ത്രി എടുത്തിട്ടില്ല. ഇങ്ങനത്തെ ഒരു തീരുമാനം ആ മന്ത്രി മോശക്കാരനാണോ? ഇപ്പൊ ഒരു 2.5 കൊല്ലത്തെ ഒരു മന്ത്രിയാണ്. ഈ മന്ത്രിയാണ് ഇപ്പൊ ഇതൊക്കെ മാറ്റം വരുത്തുന്നത്. അന്നപ്പോ ഇത് മുഖ്യമന്ത്രി ഗവൺമെന്റ് മൊത്തത്തിൽ ഇടപെടില്ലേ? ഇതൊരു ശരിയായ മാറ്റങ്ങളല്ല. ഇത് ഗവൺമെന്റ് ആലോചിച്ച് ചർച്ച ചെയ്ത് എടുത്ത തീരുമാനമാണോ എന്ന് അറിയില്ല. ഒരു മന്ത്രി മാറിയപ്പോഴാണ് ഈ നിയമം മാറിയത്. നമ്മൾ പത്രത്തിൽ വായിച്ചത് ഒരു മന്ത്രി മാറിയപ്പോ. അന്ന് ഒരു മന്ത്രിയാണോ ഈ ട്രാൻസ്പോർട്ടിന് നിയമം മാറി വരുന്ന നിയമങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണോ അതോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണോ ഉണ്ടാകുന്നത്? ഇത് ബുദ്ധിമുട്ടാക്കിയാണല്ലോ ഇതിലെന്തോ തീരുമാനങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. 2 മാസം കഴിഞ്ഞാൽ മാറ്റങ്ങൾ മാറ്റിണ്ട് എന്നൊക്കെ അറിയുന്നുണ്ട്. പക്ഷെ ഇന്നിപ്പോ നമുക്ക് ബുദ്ധിമുട്ട് അതെന്താന്നുള്ളത് നമുക്ക് അറിയില്ല. എങ്ങനെയാണെന്നുള്ളത് മാറ്റം വരുത്തുക വെച്ചാൽ ജനങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് പ്രതികരിക്കാന്ന് അറിയില്ല. ഇപ്പൊ നമുക്ക് ബുദ്ധിമുട്ടില്ല. എന്തിന്റെ കാരണം ആരാ അതിന്റെ ഉത്തരവാദിത്തം അറിയില്ല. സാർ നമുക്ക് നടക്കുന്നില്ല, അങ്ങനെ നിൽക്കുകയാണ്. തുടങ്ങാൻ പോവല്ലേ എല്ലാരും? നിങ്ങളൊക്കെ എത്ര മണിക്ക് എത്തിയിട്ടുണ്ട്? വിട 5:30 മണിക്ക് എത്തിയിട്ടുണ്ട് അല്ലേ? തണുക്കണോ? ഐസുണ്ട്. അങ്ങനെ
പോവാണെന്നാ പറയുന്നത്. RTO അവിടുന്ന് പോവാണെന്ന് പറയുന്നത്. അപ്പൊ ഇവര് ഇപ്പൊ പോവാൻ എല്ലാവരും സമയത്തിന് വലിയ വിലയുണ്ട്. നമ്മൾ സാധാരണക്കാർ സമയത്തിന് വിലയില്ല. സമയത്തിന് ഇവിടെ വണ്ടി ബ്ലോക്ക് ചെയ്തിട്ട് കുറെ പോലീസുകാർ വന്നൊക്കെ ചെയ്യും. നമ്മൾ സാധാരണക്കാർ ഇവിടെ രാവിലെ എത്ര 7 മണിക്കൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്, 7 മണി 6 മണിക്ക് വന്നവരുണ്ട്. ഇത്ര സമയം ഇപ്പൊ 10:15 ഇതുവരെ ഏറ്റവും ടെസ്റ്റ് നടക്കുന്നില്ല, തീരുമാനങ്ങൾ നടന്നിട്ടില്ല. ഇപ്പൊ അവര് പോവാന്നാണ് പറയുന്നത്. സാറിന് ഓർഡർ വന്നിട്ടില്ല എന്ന്, പക്ഷെ നടത്തരുത് എന്നുള്ള ഓർഡർ സാറിന് കിട്ടിയെന്ന് പറയുന്നുണ്ട്. ആ ഓർഡർ ഞങ്ങൾ ചോദിച്ച് കാണിച്ചിരുന്നില്ല. അതാണ് സ്ഥിതി. സാറിന് പോവാൻ സമ്മതിക്കുന്നത്. അപ്പൊ ഇവിടെ ഇപ്പൊ വരെ എന്താണ് പോവാൻ സമ്മതിക്കൂലെന്നാ പറയുന്നത്. MP ആണെങ്കിലും ഗവൺമെന്റ് ഓഫീസിന് മേലധികാരി ഉണ്ട്. മേലധികാരിക്കാണ് ഓഫീസ് മേലധികാരി. ജോയിന്റ് ആർട്ടിയാണ്. ജോയിന്റ് ആർട്ടിക്കാനാണ് ഉത്തരവാദിത്വം. ജോയിന്റ് ആർട്ടി എന്തുകൊണ്ട് ഇവിടെ എത്തിയില്ല? ജോയിന്റ് ആർട്ടി ഇവിടെ എത്തണ്ടേ? ജോയിന്റ് ആർട്ടി പോയില്ല. എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് അതിനുവേണ്ടി അന്വേഷിക്കുന്നത്, അല്ലാണ്ട് നിങ്ങളുടെ അടുത്തൊന്ന് മുന്നേറുന്നുള്ളതെന്ന് അതിൻ്റെ അത്രയ്ക്കുള്ള സംഭവം. ഓക്കെ നിങ്ങൾ ഏത് രീതിയിൽ പ്രതികരിച്ചാലും ഞങ്ങൾ സംയമനം വിട്ട് പെരുമാറില്ല. ഞങ്ങൾ പ്രതിഷേധിക്കും. നിങ്ങൾ എത്ര രൂക്ഷമായ രീതിയിൽ പ്രതികരിച്ചാലും ഞങ്ങൾ സംയമനം വിട്ട് പ്രതികരിക്കില്ല. ഓക്കെ. എന്താ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഈ ഒരു തീരുമാനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാവട്ടെ, അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പിന്നെ വിചാരിക്കുകയാണ്. എന്തായാലും ഇത്രയും പേര് വെയിറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു തീരുമാനം. അത് തന്നെയല്ല, ഇപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റുകളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങളൊക്കെ തന്നെ നമ്മൾക്ക് അനുകൂലമായിട്ടുള്ള നല്ല പിന്നെ തീരുമാനങ്ങളാവട്ടെ, നല്ല എല്ലാവർക്കും ഉതകുന്ന രീതിയിലുള്ള ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇനി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുവരേക്കും അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ ഗായ്.